എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്. അങ്ങനെ മഴ ആയതുകൊണ്ട് ചേട്ടനാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് പണിയില്ല. അപ്പോൾ എന്താ വിചാരിച്ചത്, സ്കൂൾ തുറക്കാറോ, എന്തായാലും സ്കൂളിലത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുമായിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് സ്കൂളിലെ സാധനങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കാണാം. ഇപ്പോൾ ഞാനും മോനും ചേട്ടനും കൂടെ അങ്ങ് തിരിക്കുകയാണ്. ഇപ്പം ഇത്തിരി മഴ കുറഞ്ഞ് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പോലീസ് ക്യാമ്പിലാണ് പോകുന്നത്. അപ്പോൾ പോയിട്ട് വരാം. നമ്മൾ എത്തിയിട്ടുണ്ട്. സ്കൂൾ ബസ്സാണ്. നമ്മൾ തൈക്കാട് പോലീസ് ക്യാമ്പിൻ്റെ അകത്തുള്ളതാണ്. അപ്പം ഇവിടെ നമുക്ക് ലാഭത്തിന് കിട്ടും. അപ്പം കഴിഞ്ഞ വർഷവും ഇവിടെ ഇതിൽ തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. സ്കൂൾ ബസ്സാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ മിതമായ പൈസയ്ക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളെത്തി നമ്മുടെ ബാഗൊക്കെ ഇവിടെ പുറത്ത് വെച്ചിട്ടേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോണും പൈസ മാത്രം കൊണ്ടേ പോകാൻ പറ്റുള്ളൂ അകത്തോട്ട്. എന്നിട്ട് നമുക്ക് പർച്ചേസിങ് തുടങ്ങാം. നമുക്ക് ആദ്യം ബുക്ക് സെക്ഷനാണ്. അങ്ങനെ അതിനാവശ്യമുള്ള ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും തീരാറായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്തോ ആവാറായി. അപ്പോൾ ഒരുപാട് ബുക്സും എല്ലാം ഉണ്ട് അവിടെ. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ബോട്ടിൽ, അവനൊരു സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് തരം ബോട്ടിലുണ്ട്. നമ്മൾ മിൽട്ടൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു. പിന്നെ അവനൊരു ബോക്സ് വാങ്ങിച്ചു, പെൻസിൽ ബോക്സ് വാങ്ങിച്ചു. അങ്ങനെ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. ഒരു സ്കൂളിലത്തേക്ക് വേണ്ടിയുള്ള, ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും മിതമായ റേറ്റിൽ തന്നെയാണുള്ളത്. ഇത് ബാഗ് സെക്ഷനാണ്. നമ്മൾ ബാഗ് വാങ്ങിച്ചില്ല. ബാഗ് അവൻ്റെ അപ്പൂപ്പ അവന് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ബാഗൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഒരുപാട് തരം ബാഗൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൈക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ളതാണ്. വലിയ റേറ്റൊന്നും അല്ല. റേറ്റിൻ്റെ പൈസയ്ക്ക് നമ്മളത് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും അതൊരു ലാഭം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഇനി എത്ര ദിവസം കാണുമെന്ന് അറിഞ്ഞുകൂടാ, ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്കൂളിലത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നല്ല നല്ല ബാഗുകളാണ് എല്ലാം ഉള്ളത്. അപ്പോൾ റേറ്റ് നോക്കുമ്പോൾ സാധാരണ റേറ്റിനേക്കാളും കുറച്ച് ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ടിഫിൻ ബോക്സ് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ലഞ്ച് ബോക്സ് ബാഗ് വാങ്ങിക്കാൻ നോക്കി. അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിനൊരു 175 കേട്ടോ വില. പക്ഷേ നല്ല കളറുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് കുറേ നേരം കൊണ്ട് നോക്കിയിട്ടാണ് ഒരെണ്ണം എടുത്തത്. നമുക്ക് സ്നാക്സും ലഞ്ചും ബോട്ടിലൊക്കെ കൊണ്ടുപോകാൻ വേണമല്ലോ. പക്ഷെ ചെറുതായിരുന്നു, സൈസ് ചെറുതായിരുന്നു. അത് കൊള്ളുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യമാണ്. ബാഗിലൊന്നും വെള്ളമൊന്നും വെച്ചുകൊണ്ട് പോയാൽ ശരിയാവില്ല. എല്ലാം കൂടെ കമത്തിയിട്ട് കുളമാക്കിയിട്ടായിരിക്കും വരുന്നത്. സ്കൂളിൽ പോകുന്നത് ഒരു ടാസ്ക്കാണ്. അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ പുതിയൻ്റെ പേപ്പറും കളർ വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പൗച്ച് എല്ലാം ഇങ്ങനെ നോക്കി നടക്കണമേ. എല്ലാം നോക്കും, പക്ഷേ ഒന്നും അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഷൂ വേണമല്ലോ, യൂണിഫോം ഷൂ വേണം. അങ്ങനെ ബ്ലാക്ക് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ നോക്കി അവൻ സൈസിനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബ്ലാക്ക് ഷൂ ആണ് ആവശ്യം സ്കൂൾ യൂണിഫോമത്തിന്. ഇപ്പോൾ ഒരെണ്ണേ വാങ്ങിക്കുന്നുള്ളൂ. ഒരെണ്ണം എടുത്ത് അവനത് പാകമായിട്ടുണ്ട്. ഇട്ട് നോക്കി, കുഴപ്പമില്ല, പാകമാണ്. അവനിഷ്ടപ്പെട്ടു. അങ്ങനെ അതുമായിട്ടുണ്ട്. ഓക്കെ, അവന് പെർഫെക്റ്റ് സൈസായിരുന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ പെൻസിൽ, സ്കെയിൽ, കളർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. ഇതൊക്കെയാണ് ഇവിടെയുള്ള. പിന്നെ ബില്ലിംഗ് സെക്ഷനാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ച് ആ ഒരു ബില്ലടിച്ച് പേയ്മെൻറ്റ് ഇവിടെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പേയ്മെൻറ്റും കഴിഞ്ഞു. തിരക്കുണ്ടായിരുന്നു, പക്ഷെ വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞു. ഇനി പുറത്ത് പോകാൻ നേരത്ത് അവരെല്ലാം സാധനങ്ങൾ വെച്ച് കവറിലാക്കി തരും. അങ്ങനെ അതും കഴിഞ്ഞ് എക്സിറ്റ് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ പുറത്തൊരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ അവനൊരു കണ്ണാടിയാണെന്ന് പറഞ്ഞു. അപ്പം കണ്ണാടിയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. ഞാനെടുത്ത് കൊള്ളാവോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചയായിരുന്നു. അങ്ങനെ ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ബിരിയാണി കഴിക്കാൻ വേണ്ടി ചേട്ടൻ കൊണ്ടുപോയി. അങ്ങനെ കടയിലിരിക്കുകയായിരുന്നു. ബിരിയാണിക്ക് വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഏറെ കിട്ടി. നല്ല ബിരിയാണി, സൂപ്പർ ബിരിയാണി ആയിരുന്നു. അവനും കഴിച്ചു, നമ്മൾ കഴിച്ചു. അങ്ങനെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ